The crew of Artemis II now bound for the moon. Humanity's next great voyage begins. മനുഷ്യരാശിയുടെ അടുത്ത മഹായാത്ര തുടങ്ങുന്നു എന്ന കമന്ററിയാണ് ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്നത്. Integrity, AMT high. AMT high. On time, passing 30 seconds into the flights. Integrity passes the ultimate beacon. Target milestone. Mission Control Houston seeing good performance on the 4 main engines. Space Launch System core stage. Integrity, 3 miles in altitude. Traveling more than 1,200 miles per hour. Seven. RS-25 engines lit. 4. യെസ്, നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണുകയായിരുന്നു. ആ വിക്ഷേപണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. വലത് ഭാഗത്ത് തത്സമയ ദൃശ്യങ്ങൾ കൂടി കാണാം. അവിടെ റോക്കറ്റിൽ നിന്നുള്ള ക്യാമറ പകർത്തുന്ന ദൃശ്യങ്ങൾ, അത് തത്സമയം അത് നാസ നൽകിക്കൊണ്ടേയിരിക്കും എന്ന ഉറപ്പ് നേരത്തെ നാസ നൽകിയിരുന്നു. ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാകും ഉടനീളം ഈ ദൗത്യത്തിൽ എന്ന കാര്യം നേരത്തെ നാസ അറിയിച്ചതുമാണ്. ഇപ്പോൾ ആദ്യഘട്ടങ്ങൾ കൃത്യമായി പൂർത്തിയാക്കിയിരിക്കുന്നു. 10 ദിവസം നീളുന്ന ദൗത്യമാണ്. ആദ്യത്തെ 8 മിനിറ്റിൽ തന്നെ ഈ പേടകത്തെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ കഴിയും. ഒരു കൃത്യമായ ഭ്രമണപഥത്തിൽ അതിനെ എത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. യെസ്, അതിന്റെ സെപ്പറേഷൻ സ്റ്റേജിന്റെ കൂടി തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ റോക്കറ്റ് ആ പേടകത്തിൽ നിന്നും വേർപെട്ടു പോകുന്ന ദൃശ്യം കൂടിയുണ്ട്. അത് ഇപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് കാണാം. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടി ഇപ്പോൾ നമുക്ക് ദൃശ്യമാവുന്നുണ്ട്. ഏത് ഘട്ടത്തിൽ വെച്ചാണ് അതിന്റെ സെപ്പറേഷൻ സംഭവിക്കുന്നത് എന്ന് നമുക്കിവിടെ വളരെ കൃത്യമായി കാണാം. Core stage has separated, done its job. The Space Launch System upper stage, the interim cryogenic propulsion stage, or ICPS, still attached to the Orion spacecraft. Yes. അതിന്റെ ആ ഘട്ടം വേർപെടുന്ന സെപ്പറേഷൻ സ്റ്റേജ് അത് ഈ ഘട്ടത്തിൽ പൂർത്തിയായിരിക്കുന്നു. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടിയാണ്, റിയൽ ടൈം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അത് വളരെ അക്യുറേറ്റ് ആയിട്ട് പൂർത്തിയായി എന്ന അറിയിപ്പാണ് ഇപ്പോൾ നാസയിലിന്റെ ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നും ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്.